ബേപ്പൂരിലെ ഇരട്ട വോട്ട് വിഷയത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ. പരാതിക്ക് പിന്നാലെ സംസ്ഥാനത്ത് ആകെ പരിശോധന നടത്തി. സംവിധാനം ശരിയല്ലെന്ന് കാണിക്കാൻ ഒരാൾ ബോധപൂർവം ചെയ്ത കാര്യമാണെന്നും തെരഞ്ഞെടുപ്പ് ഓഫീസർ പറയുന്നു. ബേപ്പൂരിലെ ഇരട്ട വോട്ട് റിപ്പോർട്ടാണ് പുറത്തു കൊണ്ടുവന്നത്. ബേപ്പൂരിൽ എന്താ സംഭവിച്ചു? ദിസ് പേഴ്സൺ ഹു അപ്ലൈഡ് ഫോർ വോട്ടർ കാർഡ്സ് പുള്ളിയുടെ പേര് ഓൾറെഡി ഉണ്ടായിരുന്നു വോട്ടർ പട്ടികയിൽ. ഇയാളിൻ്റെ പുള്ളി എന്ത് ചെയ്തു? സംവെയർ ഇൻ നവംബർ ഓൾറെഡി അദ്ദേഹത്തിൻ്റെ പേരുണ്ടായിരുന്നു റോളിൽ. ശരി, നവംബർ വീണ്ടും ലാസ്റ്റ് വീക്ക് നവംബർ പോയിട്ട് ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്തു. BLO അപ്രൂവ്ഡ് ഇറ്റ്. BLOക്ക് അറിയില്ല പേരുണ്ട്. ശരിക്കും BLO ഷുഡ് ഹാവ് വെരിഫൈഡ് ഇറ്റ്. അവിടെ ഒരു വീഴ്ച ഉണ്ട്. ദർ ഇസ് എ ലാപ്സ് ദർ ദാറ്റ് BLO ഡിഡ് നോട്ട് വെരിഫൈ, അപ്രൂവ് ചെയ്തു. And normally തഹസിൽദാർസ് they consider what BLO says and അവർ അപ്ലൈ ചെയ്യാറുണ്ട്. സോ വിതിൻ 10 days വീണ്ടും ഡിസംബർ ഫസ്റ്റ് വീക്ക് പോയിട്ട് അപ്ലൈ ചെയ്തു. ഹിസ് ആർഗ്യുമെന്റ് ഇസ് എനിക്ക് എപ്പിക് കിട്ടിയില്ല. പക്ഷെ 10 ദിവസത്തെ കിട്ടത്തില്ല. 10 ദിവസം വേണം ഇത് പ്രോസസ് ചെയ്യാൻ വേണ്ടി. സോ വാട്ട് വി ഫീൽ ഇസ് ദിസ് ഇസ് വൺ ഡെലിബറേറ്റ് അറ്റംപ്റ്റ് ആയിരിക്കും. ഇറ്റ് ക്യാൻ ബി എ ഡെലിബറേറ്റ് അറ്റംപ്റ്റ് ടു സേ ദാറ്റ് ദ റോൾ ഇസ് നോട്ട് ഗുഡ്, നോട്ട് കറക്റ്റ്. ആദിൽ പാലോട് നൽകും വിവരങ്ങൾ. അതിൽ ഇത്തരത്തിൽ ഇരട്ട വോട്ട് എന്ന് പറയുന്നത് അയാൾ മനഃപൂർവ്വമായി ഇത്തരത്തിൽ സംവിധാനം പരാജയമാണെന്ന് കാണിക്കാനുള്ള ശ്രമം നടത്തിയതാകാമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറയുന്നു. പക്ഷേ വ്യാപകമായി തന്നെ ഇത്തരത്തിൽ ഇരട്ട വോട്ടുകൾ ഉണ്ടെന്ന് കോൺഗ്രസ് ആരോപണമുണ്ട്. കഴിഞ്ഞ ദിവസം 3 വോട്ട് ഒരാൾക്കുള്ളത് നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തതുമാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ പരിശോധന നടത്തുന്നത് ഇപ്പോൾ ഏത് വിധത്തിലാണ്? ഈ സോഫ്റ്റ്വെയർ ഒക്കെ ഉപയോഗിച്ച് ഇത് കണ്ടെത്താൻ സാധിക്കുന്നില്ല. ഇപ്പോൾ എല്ലാം ഡിജിറ്റൽ ആണല്ലോ. സോഫ്റ്റ്വെയർ സാധാരണഗതിയിലുണ്ട്. ഫോട്ടോ ഒരുപോലത്തെ ഫോട്ടോയാണെങ്കിൽ അത് ഡിറ്റക്റ്റ് ചെയ്യുന്ന സംവിധാനം സോഫ്റ്റ്വെയർ ഉണ്ട്. പേര്, അഡ്രസ്സ്, പിതാവിൻ്റെ പേരടക്കമുള്ള കാര്യങ്ങൾ ഒരുപോലെയാണെങ്കിൽ അത് കാണാൻ സാധിക്കുകയും അത് ഒഴിവാക്കാൻ പറ്റുന്നതുമായ സോഫ്റ്റ്വെയർ ഉണ്ട്. പക്ഷേ ഉത്തരേന്ത്യയിലേക്ക് ഈ സോഫ്റ്റ്വെയർ ദുരുപയോഗം ചെയ്യുമെന്ന ആശങ്ക കാരണം ഇപ്പോൾ സോഫ്റ്റ്വെയർ ഫ്രീസ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ മാനുവലിയുള്ള നേരിട്ടുള്ള പേപ്പർ വഴിയുള്ള പരിശോധനയാണ് നടക്കുന്നത്. നമ്മൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് വന്നാൽ, ബേപ്പൂരിൽ നടന്ന സംഭവം അത് ബോധപൂർവം ഈ 3 വോട്ടർ ID കിട്ടിയാൽ ബോധപൂർവം ഇതൊരു പ്രശ്നമാണ്, സിസ്റ്റം ശരിയല്ല എന്ന് കാണിക്കാൻ ഒരു ശ്രമം നടത്തിയതാണ് എന്ന സംശയത്തിലാണ് ഇലക്ഷൻ കമ്മീഷൻ ഉള്ളത്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉള്ളത്. ഇതിൽ പ്രധാനമായും പറയുന്ന ന്യായം, നേരത്തെ ഒരു വോട്ടർ ID ആൾക്കുണ്ടായിരുന്നു, പിന്നീട് ഒരു വോട്ടർ IDക്ക് അപ്ലൈ ചെയ്യുന്നു. സ്വാഭാവികമായിട്ട് അതിൽ തെറ്റില്ല. കാരണം നേരത്തെ ഉണ്ടായിരുന്നു, വോട്ടർ ലിസ്റ്റിൽ പേരുണ്ടോ എന്നൊന്നും അറിയാതെ പുതിയൊരു വോട്ടർ IDക്ക് അപേക്ഷിക്കുന്നു. എന്നാൽ 10 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ വീണ്ടും വോട്ടർ IDക്ക് അപേക്ഷിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. 10 ദിവസം കാത്തിരിക്കുകയോ എവിടെയെങ്കിലും പോയി അന്വേഷിക്കുകയോ ചെയ്യാതെ വീണ്ടും വോട്ടർ IDക്ക് അപേക്ഷ നൽകിയത്. അങ്ങനെയാണ് 3 വോട്ടർ ID അദ്ദേഹത്തിന് ലഭിക്കുന്നത് എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ വിശദീകരിക്കുന്നത്. ശ്രമം ഇക്കാര്യത്തിലുണ്ടായി. ശരി, ഏതായാലും സോഫ്റ്റ്വെയർ ഉപയോഗിക്കാൻ ഇപ്പോൾ സാധ്യമല്ല. മാനുവലായുള്ള പരിശോധനയാണ് നടത്തുന്നത്. ബേപ്പൂരിലെ സംഭവത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ വിശദീകരണം എന്ന് പറയുന്നത് മനഃപൂർവ്വമായി ഇത്തരത്തിൽ സിസ്റ്റം പരാജയമാണെന്ന് കാണിക്കാൻ വേണ്ടി 2 തവണ അപേക്ഷ നൽകി എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. ഏതായാലും റിപ്പോർട്ട് കിട്ടിയ ശേഷം കൂടുതൽ പ്രതികരിക്കാമെന്നും പറയുന്നു. പക്ഷേ ഇത്തരത്തിൽ വ്യാപകമായ പരിശോധന ഈ കേസെടുത്ത് പോലീസ് അന്വേഷണം ഉൾപ്പെടെ തുടരുന്നുണ്ട് എന്നുകൂടിയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ റിപ്പോർട്ടർ വാർത്തയോട് പ്രതികരിച്ചത്. ആദിൽ പാലോട് വിവരങ്ങൾ നൽകുകയായിരുന്നു.